നമസ്കാരം, ഗാലറി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഡ്രോയിങ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. അഡോബ് ഇല്ലുസ്ട്രേറ്റർ ഡ്രോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പം അതിൽ നിന്നും പ്രസ് ബട്ടൺ സെലക്ട് ചെയ്ത് സ്ക്വയർ ഷേപ്പാണ് ഞാനിവിടെ തിരഞ്ഞെടുക്കുന്നത്. അതെടുത്തതിന് ശേഷം വീണ്ടും പ്ലസ് ബട്ടണിൽ ഞെക്കി ഒരു ഇമേജ് ലെയർ തിരഞ്ഞെടുത്ത് ഗാലറിയിൽ നിന്ന് ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ഇനി ഒരു ഡ്രോ ലെയർ എടുത്തിട്ട് അതിൽ നിന്ന് സൈഡ് ലെഫ്റ്റിൽ കാണുന്ന മണ്ടയ്ക്ക് കാണുന്ന ആ ടൂള് വെച്ച് നമുക്ക് വരയ്ക്കാവുന്നതാണ്. അത് നമ്മൾ ആ പിക്ചറിൽ കാണുന്ന രീതിയിൽ തന്നെ അത് വരച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം ആ ചെവി വരയ്ക്കുന്ന രീതിയിൽ തന്നെ അത് വരച്ചു കൊടുക്കാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുമ്പം ഈ വരയ്ക്കുന്ന വരകൾ അത് ക്ലോസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ കളർ അടിക്കാൻ പറ്റുന്നതല്ലായിരിക്കും. അതുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നത് ക്ലോസ്ഡ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ മാത്രമേ അതിനകത്ത് കളറ് അടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് കറക്റ്റ് ആ ലൈനിൽ തന്നെ ശ്രദ്ധിച്ച് വരയ്ക്കുകയാണെങ്കിൽ നല്ലൊരു പിക്ചർ അതേപോലെ കിട്ടും. ഇതിങ്ങനെ ക്ലോസ് ആയിട്ട് വരച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ കളർ ചെയ്യാനാണ്. അപ്പം കളറിൻ്റെ അവിടുന്ന് നമ്മൾ ആദ്യം ടാപ്പ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എവിടെയാണോ കളർ വീഴുന്നത് അവിടോട്ട് കൊണ്ടുവന്ന് ആ കളർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് നമുക്ക് കളർ വേണ്ടുന്ന സ്ഥലത്ത് ഇച്ചിരി ലോങ് പ്രസ് ചെയ്താൽ കളർ അവിടെ വരുന്നതാണ്. ഇനി നമ്മൾ മുഖത്തെ കളർ ചെയ്യുന്നത് ഇപ്പം കളർ ചെയ്ത് കഴിഞ്ഞു. കണ്ണിനവിടെയും അവിടെ എല്ലാം കളർ ചെയ്യുക. ഏത് കളറാണോ വേണ്ടത് അവിടോട്ട് നമ്മൾ ഡ്രാഗ് ചെയ്താൽ മതി. ആ കളർ നമ്മുടെ കളറായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ആ സെലക്ട് വെച്ച് അടിയിൽ ഇങ്ങനെ വരയ്ക്കുന്നത് എന്ന് വെച്ചാൽ അത് ക്ലോസ്ഡ് ആവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഷർട്ടിന് കളർ അടിക്കുമ്പോൾ അത് വെളിയിലോട്ട് പോകാതിരിക്കത്തുള്ളൂ. ഇനിയും വേറൊരു ടൂൾ ഉപയോഗിച്ചാണ്, പെൻസിലിൻ്റെ ഒരു ടൈപ്പ് ടൂൾ ഉപയോഗിച്ചാണ് ഈ മുടിക്ക് നിറം കൊടുക്കുന്നത്. ഇത് ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയാണ്. ഒരു ഷെയ്ഡ് പോലെ തോന്നുന്നു.
എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്ത് അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരച്ചത് മാത്രമായിട്ട് കിട്ടും. ഇത് നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്.